ഹായ് ഓൾ, നമ്മളിപ്പോ നിൽക്കുന്നത് അക്ഷരനഗരിയായ കോട്ടയത്താണ്. ഒരു മിനിറ്റ് അതിനുപരി നിങ്ങളുടെ AV സാറിന്റെ ജന്മനാടായ കോട്ടയത്താണ്. അതെ, കോട്ടയത്തെ നമ്മുടെ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. അതെ, റെയിൽവേ സ്റ്റേഷനിൽ വെറും 1.5 കിലോമീറ്റർ, KSRTC വെറും നടക്കാനുള്ള ദൂരം. അതോടെ തന്നെ പാസ്പോർട്ട് ഓഫീസിന്റെ ഒക്കെ അടുത്തായി നിൽക്കുന്ന സൈലത്തിന്റെ കോട്ടയത്തെ ഹൈബ്രിഡ് ക്യാമ്പസ്. അതെ, സൂക്ഷിച്ചു നോക്കിയ മക്കളെ, ഒരുപാട് IITians-നെയും NITians-നെയും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ക്യാമ്പസ് ആണ്. കമോൺ. സോ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ഒരു സ്കാനിങ് കാണുന്നുണ്ട് സാർ. നമ്മുടെ ഗൂഗിൾ പേ അല്ല, ഇതാണ് നമ്മുടെ അഡ്മിഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു യാത്ര പോകുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്. അഡ്മിഷൻ റൂട്ട് മാപ്പ് ആണ് അല്ലേ? അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, അതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റേഴ്സ് ലോഞ്ച് ആണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ലോഞ്ച് തന്നെയാണ് അല്ലേ? അതെ, സെൻട്രലൈസ്ഡ് AC ഒക്കെ ആയി ഉഷാറായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിസിറ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു മിനി കോൺഫറൻസ് ഹാൾ ഉണ്ട്. അവിടെ ഇപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഒക്കെ നടത്താനുള്ള സ്ഥലമാണ്. എല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിനെയും ക്ലാസ് റൂം ഒക്കെ കാണുന്നതിന് സാർ നമുക്കൊന്ന് ലൈബ്രറി ഒന്ന് ഇതാണ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ലൈബ്രറിയാണ്. സോ നമുക്കറിയാം, കുട്ടികൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ബുക്സും വേണം. സോ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ബുക്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ DPP ഒക്കെ കാണുന്ന സമയത്ത് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതെ അതോടൊപ്പം ഫിസിക്സിന്റെ DPP ഉണ്ട്. ഫിസിക്സിന്റെ മറ്റു ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്സിന്റെ DPP ആണ് സാർ ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ലൈബ്രറി ഒക്കെ കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, റെഫർ ചെയ്യാനൊക്കെ. പല ഭാഗത്തോട് നടന്ന് പല ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? സോ ഇനിയാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനിയെങ്കിലും നമ്മൾ ക്ലാസ് റൂമിൽ പോയേ പറ്റുള്ളൂ. അതെ, കുറെ നേരം നമ്മൾ പറയുന്നല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ക്ലാസ് റൂം എന്റെ ഒരു ഊഹത്തില് നല്ല ക്ലാസ് റൂം ആയിരിക്കണം, അടിപൊളി ക്ലാസ് റൂം ആയിരിക്കണം. അതെ, കാരണം ക്ലാസ് റൂമിന്റെ കാര്യത്തിൽ ഒരിക്കലും സൈലം ഒരു ക്യാമ്പസിലും കോംപ്രമൈസ്. സോ സൈലത്തിന്റെ എല്ലാ സെന്റേഴ്സിലെയും ക്ലാസ് റൂം പോലെ തന്നെ ഇവിടെയും സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെയാണ്. സൗണ്ട് സിസ്റ്റം അടിപൊളിയായിരിക്കും. കുട്ടികൾ ഏറ്റവും കംഫർട്ട് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു റൂം തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂം. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്ലാസ് റൂം ആയിരിക്കും. ഇതൊക്കെയായിരിക്കും നമ്മുടെ ഊഹം. പോയി നോക്കാം അല്ലേ? അതെ. അപ്പോ ക്ലാസ് റൂം എവിടെയാ? പക്ഷെ വേറെ കാര്യമുണ്ട് സാറേ, ഇന്ന് കുട്ടികളില്ല, ഇന്ന് ലീവാണല്ലോ. സാരല്ല, നമുക്ക് കുട്ടികൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ പോയി കുട്ടികളെ മീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും, എന്തായാലും കുട്ടികളാണല്ലോ. അതെ. നമ്മൾ പ്രതീക്ഷ പോലെയാണ് അടിച്ചത്. വിശാലമായ ക്ലാസ് റൂമാണ്. നമ്മള് പറഞ്ഞ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ട്, AC ഉണ്ട്, ഡിജിറ്റൽ ആണ്, വിശാലതയുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അല്ലെ? അതെ, കുട്ടികൾക്ക് വിശാലമായി ഇരിക്കാം. സൂപ്പറാണ്. സാറന്മാർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഫ്രണ്ടിലേക്ക് ഇറങ്ങി കുട്ടികളുടെ ഇടയിലേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. എല്ലാം കൊണ്ടും നല്ല മികച്ച ക്ലാസ് റൂമാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് റൂം ഉണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ടീച്ചേഴ്സിനൊന്ന് കാണാം. നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് ഇരിക്കുന്ന റൂമിലേക്ക് പോവാം. AV സാർ ബ്ലോഗർ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. സോ എല്ലാവരും ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കുറച്ച് ആൾക്കാർ ഹലോ ഹായ് എല്ലാരും വർക്കിലാണെന്ന് തോന്നുന്നു. അതെ, ഇത് രാജൻ സാർ.
പിന്നെ വർഷങ്ങളോടെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. എന്റെ വയസ്സിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ നമ്മൾ നോക്കുമ്പോ ഇതൊരു വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സ്റ്റാഫ് റൂം തന്നെയാണ്. കളർഫുൾ ആയിട്ടുള്ള ചെടികളും ചുമർ ചിത്രങ്ങളും അധ്യാപകരുടെ കലാവിരുദ്ധ. അതെ, എന്തായാലും പൂക്കളുണ്ടല്ലോ. അതെ, മാത്സ് ഡിപ്പാർട്ട്മെന്റ് 2 പുലിക്കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. റമീസ് സാർ, ജിനോസ് സാർ, പിന്നെ യാക്കൂബ് സാർ ഉണ്ട്. പിന്നെ സാർ പരിചയപ്പെടുത്തു ഓരോരുത്തർ. എല്ലാരും പുലികളുണ്ട്, പേര് പറഞ്ഞു. റൂമാണ്. സോ ഇവിടെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അല്ലേ? യെസ്, അതായത് നമുക്ക് സൈലത്തിലെ എല്ലാ മെറ്റീരിയലും നമ്മൾ ഉണ്ടാക്കുന്നതാണ്, സെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ കോഴിക്കോട് നിന്ന് നമ്മൾ ഉണ്ടാക്കി അയക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. വളരെ സന്തോഷം. LMRP മാത്തമാറ്റിക്സ് ആണ് നമ്മളിവിടെ ആയിട്ടുണ്ട്. സോ അപ്പൊ LMRPയുടെ മെറ്റീരിയൽസ് അല്ലെ, മാത്തമാറ്റിക്സ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അടിപൊളിയാണല്ലോ സാറേ. വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതേപോലെ പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് അടിപൊളിയാണ് ആയിട്ടുള്ളത്. യെസ്, അടുത്ത സാറേ നമുക്ക് ഇവിടെ ലാബ് ഒക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉണ്ട്. കൊള്ളാം അല്ലേ? നല്ലൊരു സെറ്റപ്പ് ആണുള്ളത്. അതെ, നമുക്ക് കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അത്ര നല്ല ഫെസിലിറ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ കോട്ടയത്തെ മനോഹരമായ ഹൈബ്രിഡ് ക്യാമ്പസ്. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു കാണും. യെസ്, സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമാണ്, വളരെ ഡിസിപ്ലിൻഡ് ആണ്, കാമാണ്. എത്രത്തോളം പഠിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം പഠിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈലത്തിന്റെ എല്ലാ ക്യാമ്പസ് പോലെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. അതും കോട്ടയം ടൗണിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കിയിരിക്കുന്നത്. സോ ജെയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമ്പസിലേക്ക്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറാം. ഞങ്ങൾ ഇനി നമുക്കൊന്ന് ഹോസ്റ്റലിൽ പോയി കുട്ടികളെയും കാണാം. ഇവിടെ ഓൾറെഡി ടീച്ചേഴ്സ് ഒക്കെ ഡൗട്ട് ക്ലിയറൻസിന് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അതിന്റെ പുറകെ പോവുകയാണ്. അപ്പൊ കാണാം അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.